ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെന്മാറയാണ് കേട്ടോ. നെന്മാറ അയിലൂരാണ്. ഫുള്ള് നെൽവേലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രോപ്പർട്ടി കാണുന്നതിന് വന്നിരിക്കുന്നത്. ഇത് തറക്കളം ബസ് സ്റ്റോപ്പാണ്, അയിലൂർ പഞ്ചായത്തിലാണുള്ളത്. ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന ഒരു റോഡ് പോലെ കാണുന്നുണ്ടോ, മൺ റോഡാണ്. ഇത് പ്രൈവറ്റ് റൂട്ടാണോ. ഈ ബസ് റൂട്ടിൽ നിന്ന് നേരെ ഇങ്ങനെ പോകുന്ന ഈ ഒരു പ്രൈവറ്റ് റോഡ്, ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് മാത്രമാണ് ഈ ഒരു വഴി പോകുന്നത്. അല്ലേ, മനോഹരമായിട്ടുള്ള നെൽകൃഷി ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഒരു 3 വശവും ഈ പ്രോപ്പർട്ടിയുടെ നെൽകൃഷി തന്നെയാണ്. ഇപ്പോൾ വയലുകളാൽ ചുറ്റപ്പെട്ട നല്ലൊരു മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആ ഒരു പാലക്കാടിൻ്റെ ഭംഗി ഇവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നെന്മാറയിൽ അയലൂർ കേട്ടോ. അപ്പോൾ ഫുള്ള് കൃഷിയാണ്, ചുറ്റുവട്ടം കൃഷിയാണ്. ഉള്ളിലുള്ളത് 35.5 സെൻറ്റ് സ്ഥലം. അതിൽ 30 സെൻറ്റ് സ്ഥലം ഉള്ളിലും ഈ ഒരു 5 സെൻറ്റോളം വരും നമ്മളിപ്പോൾ മൊത്തത്തിൽ പ്രൈവറ്റ് റോഡായിട്ട് ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു ഏരിയയും അല്ലേ. ഇത് നേരെ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന റോഡാണ്, വഴിയാണ് കേട്ടോ. മൊത്തത്തിൽ അതിലേക്കുള്ള വഴി തന്നെയാണ്. നല്ല മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമ്മൾ ബസ് റൂട്ടാണെന്ന് പറഞ്ഞു. ഇത് ഇപ്പോൾ നമുക്ക് കാണാം, ബസ് വരുന്നത് കണ്ടല്ലേ. സോ ആ ഒരു നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ട ആ റോഡിൽ വണ്ടികൾ പോകുന്ന വഴിയാണ് കാണുന്നത്. സോ ബസ് റൂട്ടാണിത്. ആ ഫ്രണ്ടിലൂടെ തന്നെ നമുക്ക് ബസ് പോകുന്ന കാണാം. ഭയങ്കര മനോഹരമായിട്ട് ഫ്രണ്ടിൽ നമുക്ക് മലകളും കാര്യങ്ങളും നല്ല സൂപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അതും ആദായങ്ങളും അതിനകത്ത് നിന്ന് കിട്ടാൻ അത്യാവശ്യമുണ്ട് കേട്ടോ. 26 തെങ്ങുകളുണ്ട്. എല്ലാം നല്ല കായ്ഫലങ്ങളല്ലേ, നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ്. അതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, മാംഗോസ് ഉണ്ട്, കവുങ്ങുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ കണ്ടോ. കുറച്ച് തെങ്ങുകളും അതിൻ്റെ അപ്പുറത്ത് മലയും ഫ്രണ്ടിൽ മൊത്തം വയലുകളും. മനോഹരമായിട്ടുള്ള കാഴ്ച അല്ലേ. ഇപ്പോഴൊക്കെ നാറ് പാകമാണ്, കണ്ടൊക്കെ പൂട്ടിക്കഴിഞ്ഞ് നാറ് പായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ല. അത്യാവശ്യം തെങ്ങുകളൊക്കെ നോക്കി തന്നെ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് നമുക്കുള്ളത് കേട്ടോ. വീഡിയോ കുറച്ച് ഡീപ്പായിട്ട് എടുക്കുന്നുണ്ട്. അടുത്ത ബസ് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ടൈം ബസ്സുകൾ ഇഷ്ടംപോലെ ഉള്ളൊരു റൂട്ട് കൂടിയാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് എന്ത് പറയുന്നത് വെച്ചാൽ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള നെല്ലിയാമ്പതി നോക്കുമ്പോൾ ഒരു 34 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഓക്കെ, ഇതാണിപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് 2 സൈഡും മരങ്ങൾ, ഇഷ്ടംപോലെ മരങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ്. ഏകദേശം 4 ടൈപ്പ് മാംഗോ ഉണ്ട്, മാംഗോസിൻ്റെ ട്രീസ് ഉണ്ട്. അത് അൽഫോൺസ ഉണ്ട്, അതിൽ വെട്ടുമാവുണ്ട്, അതുപോലെ തന്നെ മൂവാണ്ടൻ മാവ്, പിന്നെ ബംഗാനപ്പള്ളി, അങ്ങനെ പല ടൈപ്പിലുള്ള മാവുകളുണ്ട്. പിന്നെ അവിടെ നായ്ക്കൂട് നമുക്ക് കാണുന്നുണ്ട്, പട്ടിക്കൂട്, നല്ല കൂടുണ്ട് അല്ല. ഇതിനകത്ത് ഏകദേശം 1700 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടുണ്ട്. അത് ഏകദേശം 13-14 വർഷം പഴക്കമുള്ള വീട് തന്നെയാണ്. ഏകദേശം 60ഓളം വാഴകളുണ്ട്, പല ടൈപ്പിലുള്ളത്. ഇവിടെ നമുക്ക് കാണാം. ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല, ഇവിടെ നിന്ന് നല്ല വ്യൂസാണ് അല്ലേ. പാടത്തിൻ്റെ അടിപൊളിയായില്ലേ. ഫുള്ള് പാടങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ. ചുറ്റും ഒരു സൈഡും ഒഴിച്ച് ബാക്കി എല്ലാവിടെയും കൃഷി സ്ഥലങ്ങളാണ് വെച്ചാൽ, അതും നെൽകൃഷിയാണ് ചുറ്റും കാണുന്നത്. എല്ലാവിടെയും കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് ആ നെല്ലൊക്കെ നിറഞ്ഞ് വിളഞ്ഞ് നിൽക്കുന്ന സമയമാണെങ്കിൽ ഗോൾഡൻ കളറിൽ നമുക്ക് കാണാൻ പറ്റും, നല്ല മനോഹരമായിട്ട്. ഇതിനകത്ത് നമുക്ക് കുരുമുളക് അത്യാവശ്യം ഒരു വർഷത്തിലൊക്കെ ഒരു 10,000 റുപ്യൻ്റെ മേലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് 10,000 റുപ്യൻ്റെ മേലെ നമുക്ക് വിൽക്കാനുള്ളതും കുരുമുളക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. കവുങ്ങും നമുക്കൊരു 6-7 കവുങ്ങുകളുണ്ട്. അതുപോലെ മഹാഗണി ഉണ്ട്. ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമ്മൾ ചുറ്റുവട്ടം കണ്ടു. അത്യാവശ്യം നമുക്ക് വല്ല കൃഷിയോ കാര്യങ്ങളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചെയ്യണമെങ്കിലും പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അല്ല. ഇപ്പോൾ ബാക്ക് സൈഡിൽ കണ്ടു, ഫ്രണ്ടിൽ നമ്മൾ പാടം കണ്ടു, റൈറ്റ് സൈഡിൽ പാടം കണ്ടു, ബാക്ക് സൈഡിൽ ഫുള്ള് പാടമായി. അതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റിൽ മാത്രമാണ് വേറൊരു പ്രോപ്പർട്ടി ഉള്ളത്, നിലമല്ലാത്ത കൃഷി സ്ഥലം അല്ലാത്തൊരു പ്രോപ്പർട്ടി ഉള്ളത്. ബാക്കിയെല്ലാം തന്നെ ചുറ്റോട് ചുറ്റും നമുക്ക് നെൽകൃഷിയുടെ ആ ഒരു മനോഹാരിത കിട്ടുന്നുണ്ട്. നല്ല വൈബായിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി. പലരും ചോദിക്കാറുണ്ട് ചുറ്റും അല്ലെങ്കിൽ ഒരു സൈഡെങ്കിലും നെൽകൃഷിയൊക്കെ ഉള്ള പാടങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടോയെന്ന്. അവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. എന്നുവെച്ചാൽ 3 സൈഡും നമുക്ക് പാടങ്ങളോട് ചുറ്റപ്പെട്ട നല്ലൊരു പ്രോപ്പർട്ടി.
കവുങ്ങുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കായ്ച്ച് നിൽക്കുന്ന കവുങ്ങുകൾ തന്നെയാണ്. ബാക്ക് സൈഡിൽ ഇത്ര സ്പേസേ ഉള്ളൂ. വീട് അത്യാവശ്യം പഴക്കമുണ്ട്, 13-14 വർഷം പഴക്കമുണ്ട്. പക്ഷേ നല്ല മണൽക്കെട്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. 12 വട്ടത്തിൽ കൂടുതലുള്ള വലിയൊരു കിണറുണ്ട് കേട്ടോ, ഓപ്പൺ വെല്ലിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. നല്ല അത്യാവശ്യം വലുപ്പമുണ്ടെന്ന് മാത്രമല്ല, കിണറ്റിന് നല്ല വെള്ളമുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടയ്ക്കൊക്കെ നല്ല കായ്ച്ച് നിൽക്കുന്ന കവുങ്ങിൽ അടയ്ക്കൊക്കെ നല്ല കായ്ച്ച് നിൽക്കുന്ന മരങ്ങളാണ്. അത് നമുക്ക് ടോട്ടൽ ഒരു 6-7 ഉള്ളൂ കവുങ്ങ്. എന്നാലും അതെല്ലാം നല്ല കായ് കിട്ടുന്ന കവുങ്ങുകൾ തന്നെയാണ്. തെങ്ങുകളും കണ്ടില്ല, അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ തന്നെയാണ് എല്ലാം ഉള്ളത്. അത് നമുക്ക് ഏകദേശം 26 മേലെ തെങ്ങുകളുണ്ട്. എല്ലാം നല്ല കായ്ച്ച് നിൽക്കുന്ന തെങ്ങുകൾ തന്നെയാണ്. കിണർ നല്ല വട്ടമുണ്ട്, 12 വട്ടത്തിന് മേലെ ഉണ്ടെന്ന് മാത്രമല്ല നല്ല വെള്ളമുണ്ട് കേട്ടോ. ടോപ്പ് ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്. നല്ല തെളിഞ്ഞ വെള്ളം. ഉള്ളിൽ കരിങ്കല്ലും കൊണ്ട് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പുകളും കരിങ്കല്ലും കെട്ടിയ കിണറാണ്. ഈ കിണറ്റിലേക്ക് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ഏരിയയിൽ നമുക്ക് തുറക്കാനുള്ള വെള്ളം കോരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്തുള്ള പോലെ കണ്ടില്ല, അവിടെ ഒരു ജനൽ പോലെ കൊടുത്തിരിക്കുന്നത്, അവിടെ നിന്ന് നമുക്ക് വെള്ളം കോരാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കൂടുതൽ സ്ഥലം ഉണ്ടാകുമ്പോൾ വീഡിയോ നമുക്ക് എടുക്കുമ്പോൾ അത്യാവശ്യം ഫുള്ള് കവർ ചെയ്തെടുക്കും. ഇപ്പോൾ പലരും അല്ല, ഈ തെങ്ങിലും അത്യാവശ്യം കായ്ഫലമുണ്ട്. എല്ലാ തെങ്ങും എന്തിനാണ് എടുക്കുന്നത്, അത്യാവശ്യമൊക്കെ ഒരു 4-5 തെങ്ങെങ്കിലും എന്തായാലും എടുക്കും. ഇത് കുരുമുളക് കണ്ടില്ലേ, നല്ല കായ്ച്ച് നിൽക്കുന്ന കുരുമുളക്. വീഡിയോ ചെറിയ രീതിയിൽ ലെങ്തി ആകുകയാണെങ്കിലും ഇപ്പോൾ ദൂരത്തൊക്കെയുള്ള ആൾക്കാർക്ക് പലരും നേരിട്ട് വന്ന് കാണുന്ന ഫീലിൽ കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്ര നമ്മൾ ക്ലിയർ ചെയ്ത് എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും പല ഭാഗങ്ങളും വിട്ടുപോകാറുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ വെളിവശമൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് ഉള്ളിൽ നോക്കാം. ഇവിടെ നമുക്ക് കാർ പോർച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. ഇത് മണൽക്കെട്ടാണ് കേട്ടോ, പഴയ വീടായതുകൊണ്ട് മണൽക്കെട്ടാണ്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ തന്നെ സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ സ്പേസിൽ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള എൻട്രിയും കൊടുത്തിരിക്കുന്നത്. കയറി വയ്ക്ക് ഫസ്റ്റ് എൻട്രി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇത് 35.5 സെൻറ്റ് സ്ഥലവും 1700 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് കേട്ടോ. കാരണം ഇതിൽ മേലേക്ക് ടൈൽസ് വഹിച്ച് തുടങ്ങിയ ചൂടുകൾ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ കയറിയത് മുതൽ നമുക്ക് വെയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. വെയിൽ അടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം തണുപ്പുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. കോമൺ ആയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും ഈ വാഷ്റൂം കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്കത് കോമൺ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. ഇവിടെ നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഈ ഡൈനിങ് സ്പേസിൽ തന്നെ നമുക്ക് ആ വാഷ്റൂം, നമ്മൾ അപ്പുറത്തെ ബെഡ്റൂമിൽ കണ്ട അതേ വാഷ്റൂം നമുക്ക് ഇവിടെ നിന്നും ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ആ വാഷ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് അടുത്തൊരു ചെറിയൊരു ബെഡ്റൂം സൈസ് ഉണ്ട്. ഇതിൽ അവർ പൂജാ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൂജാ റൂമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ്. ഇവിടെ നമുക്ക് കിച്ചൺ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കിച്ചൺ തന്നെയാണ് കേട്ടോ. കബോർഡും വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂം സ്പേസും വരുന്നുണ്ട്. അതും അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്റ്റോർ റൂം തന്നെയാണ്. കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കിച്ചണിൽ നമുക്ക് നേരെ വർക്ക് ഏരിയ സ്പേസിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ നേരെ പോകുമ്പോൾ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. പഴയ അമ്മിക്കല്ലും ആട്ടുകല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. ആട്ടുകല്ലും എടുക്കണോ, അമ്മിക്കല്ലും എടുക്കണോ. അതുപോലെ തന്നെ ഇതാ ആലുവ അടുപ്പുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടേക്കുള്ള ഡോർ തുറന്നിട്ടില്ല, വെളിയിലോട്ടുള്ള ഡോറുണ്ട്. ഇവിടെ നിന്ന് നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കിണറ്റിന്ന് കപ്പി വെച്ച് വെള്ളം കോരാൻ സാധിക്കും കേട്ടോ. നല്ല 12 വട്ടത്തിൽ കൂടുതലുള്ള വലിയൊരു കിണർ തന്നെയാണ്. നല്ല വെള്ളമുണ്ട് കണ്ടില്ലേ. അവിടെ കരിങ്കല്ല് വെച്ച് നമുക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങാനും സാധിക്കും. നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്കവിടെ കിട്ടുന്നത് കേട്ടോ. നല്ല വലിയ കിണർ. ശരിക്ക് ഒരു വെള്ളത്തിൻ്റെ കമ്പനിയൊക്കെ തുടങ്ങുന്നവർക്ക് ഈ കിണർ തന്നെ നല്ലൊരു കിണർ തന്നെയാണ്.
സോ ഇവിടെ നിന്ന് നമുക്ക് നേരെ വെളിയിലോട്ട്. അപ്പോൾ വീടിൻ്റെ ഉൾവശമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇത്രയും പഴക്കമില്ല. 14 വർഷത്തിൻ്റെ അടുത്ത് താഴെ പഴക്കമുണ്ടെങ്കിൽ മേലെ വന്നിട്ട് 3-4 വർഷം പഴക്കമുള്ളൂ. മേലത്തെ ഏരിയയ്ക്ക് ഇത് എക്സ്ട്രാ എടുത്തതാണ്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ സ്പേസ് ടോപ്പ് ലെവലിൽ കാണുന്നുണ്ട്. സ്റ്റെയർ കേസ് കയറി ഉടനെ ഇവിടെ നമുക്കൊരു ലിവിങ് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമാണുള്ളത് കേട്ടോ. അത് അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് വേണ്ടത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. അത് അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ചെരിച്ചാണ് മേലെ വാർത്തിരിക്കുന്നത്, അതുകൊണ്ട് ചൂടധികം ഏക്കൊന്നുമില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് മേലെയുള്ളത്. ഇവിടെ നമുക്കിനി ഒരു സൈഡ് ബാൽക്കണിയും ഒരു സൈഡ് ഓപ്പൺ ടെറസുമാണ് ഉള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഹാളും തന്നെയാണ് എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കാണാം. നല്ല രീതിയിൽ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ള് മരങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിസിബിലിറ്റി കുറച്ച് കുറവുണ്ട്, മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ നല്ല തണുപ്പുമുണ്ട്. ചൂടെന്നുള്ള ഒരു ഏൽക്കുന്നത് എത്രയും വലിയ നല്ല വെയിൽ വരച്ചിട്ടും ചൂടധികം ഏൽക്കുന്നില്ല. ഇവിടെ നമ്മൾ നേരെ ഇനി ബാക്ക് സൈഡിലാണ് നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയ വരുന്നത്. നല്ല സ്റ്റെയർ റൂമൊക്കെ ഇവിടെ നമ്മൾ നേരെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഹൈറ്റിൽ ഗ്രില്ലൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ടെറസ് ഏരിയയിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ കിണർ നല്ല വെള്ളമുള്ള കിണറാട്ടോ. കണ്ടില്ല, ചുറ്റും ഹരിതഭംഗി നിറഞ്ഞൊരു വീട് തന്നെയാണ്. പഴയ വീടാണെങ്കിലും അത് നല്ല സ്ട്രെങ്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നെൽവയൽ, മനോഹരമായിട്ടുള്ള വ്യൂസാണ്. ബാക്ക് സൈഡിലൊക്കെ ഇതൊക്കെ നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് ബാക്കിലുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീട് താല്പര്യമില്ലാത്തവർക്ക് ഇത് മാറ്റാം, ഇതിനെ റിനോവേറ്റ് ചെയ്യാം, കുറച്ചും കൂടി മോഡേൺ സ്റ്റൈലിലേക്ക് ആക്കാം. അതിൽ നല്ല മനോഹരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിലെ വ്യൂവും ഫ്രണ്ടിലെ 3 സൈഡും ഇതിൻ്റെ നെൽകൃഷിയുടെ വ്യൂസ് ഉണ്ട് കേട്ടോ. അല്ലേ, എല്ലാം നല്ല കായ്ഫലമുള്ള മരങ്ങളാണ് എല്ലാം ഉള്ളത്. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് കൂടി ഒന്ന് കയറി നോക്കാം. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, സൂപ്പറായിട്ടുള്ള വ്യൂവാണ്. ചുറ്റുവട്ടവും കൃഷിസ്ഥലങ്ങളും കാര്യവും എല്ലാം മനോഹരമായിട്ട് കാണുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നെന്മാറ ടൗൺ നോക്കുമ്പോൾ 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ആലത്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ വടക്കാഞ്ചേരി നോക്കുകയാണെങ്കിൽ 13 കിലോമീറ്റർ. അവറ്റീസ് ഹോസ്പിറ്റലൊക്കെ നോക്കുകയാണെങ്കിൽ 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് 54 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നെല്ലിയാമ്പതി നോക്കുമ്പോൾ 34 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൊല്ലങ്കോട് നോക്കുകയാണെങ്കിൽ 17 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. തൃശ്ശൂർ ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ 49 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പാലക്കാട് ടൗൺ നോക്കുകയാണെങ്കിൽ 28 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 70 ലക്ഷം രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. ഡയറക്റ്റ് ഓണറായിട്ടിരിക്കാം, നിങ്ങൾക്ക് വേണ്ട ഡീലിങ്സ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.